ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് കുറേ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പുതിയ മാലകൾ വന്നിട്ടുണ്ട്, വളകൾ വന്നിട്ടുണ്ട്, ബ്രേസ്ലെറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ജ്വല്ലറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മോഡൽസ് വന്നിട്ടുണ്ട്, മാലകൾ. അതുപോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ബാംഗിൾസ് വന്നിരിക്കുന്നത് 2.3 സൈസ് തൊട്ട് 2.8 സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാംഗിൾസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് വാച്ചസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമ്മുടെ ജ്വല്ലറി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആന്റി ടാർണിഷ് ജ്വല്ലറിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 18K യെല്ലോ ഗോൾഡ്, റോസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ഡെയിലി യൂസബിൾ ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഹൈപ്പോ അലർജിക് ആണ്. നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും. അപ്പോൾ ഡെലിവറി നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ഡേയ്സിനുള്ളിലാണ് ഞാൻ ഡെസ്പാച്ച് ടൈം പറയുന്നത്. എങ്കിലും ഞാൻ മാക്സിമം പിറ്റേ ദിവസം തന്നെ അയക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്പീഡ് പോസ്റ്റിലാണെങ്കിലും DTDC ആണെങ്കിലും അതിൻ്റെതായ ഡിലേ വരും, അവർ കൊണ്ടുതരാനുള്ള ഡിലേ. ഇപ്പം ഒരുപാട് ഇങ്ങനെ പേരിങ്ങനെ ഓൺലൈനിലൊക്കെ ഓരോ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഭയങ്കര റഷാണ്. നേരത്തെ പോലെ പെട്ടെന്ന് കൊണ്ടുതരാൻ ചിലപ്പോൾ അവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ സ്പീഡ് പോസ്റ്റിലാണെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ പറയുന്നത് 5 to 7 days എന്നാണ് അവർ ഒരു ടൈം പറയുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൻ്റെ ഒരു കാലതാമസവും കൂടെ വരും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ കിട്ടുമോ എന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ ഒരു കാലതാമസം ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പരമാവധി വേഗത്തിൽ തന്നെ ഞാൻ എല്ലാവർക്കും പ്രോഡക്റ്റ് അയക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു മാലയാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മളതൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ലേറ്റായാണ് അതൊന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ലെയറിൽ വരുന്ന ഒരു സൂപ്പർ മാലയാണ്. ഇതിലെ വലിയ ചെയിൻ വരുന്നത് സ്നേക്ക് ചെയിൻ ആണ്, ചെറിയ ചെയിൻ വരുന്നത് പരസ്പരം ചെയിനാണ്. ഇതിൻ്റെ മാക്സിമം ലെങ്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്ക് ചെയിനോട് കൂട്ടിയാണ് ഇത്രയും ലെങ്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്ത് വേണ്ടവർ അങ്ങനെ പ്രതീക്ഷിച്ച് ഇത് വാങ്ങരുത് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ചോക്കർ പോലെയല്ല, ഒരു മീഡിയം സൈസിൽ നല്ല ഒരു ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു മാലയാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 550 രൂപ. അടുത്ത് വരുന്നത് സിമ്പിൾ ചെയിനിലേക്ക് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പെൻഡൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഫ്ലാറ്റ് ചെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പെൻഡൻ്റ് ആണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്, ഒരു ഡിഫറൻറ്റ് ലുക്കിലുള്ള ഒരു പെൻഡൻ്റാണ്. ഇങ്ങനെ ഒരു ബോൾസിൻ്റെ ഒരു റൗണ്ടും അതിനകത്തൊരു സ്റ്റാറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മാല, ബാക്ക് ചെയിനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. അപ്പോൾ ബാക്ക് ചെയിൻ ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഇത്രയും ഇറക്കം. ഇനി ബാക്ക് ചെയിനോട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലെങ്തിൽ ഇത് കിട്ടും. അടുത്ത് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ചെയിനും അതിലേക്ക് നല്ലൊരു ബ്ലാക്ക് പെൻഡൻറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെയിനിലും ചെറുതായിട്ട് ബോൾസ് ഉണ്ട്, ഗോൾഡൻ ബോൾസ് ഉണ്ട്. ഇത് ബാക്ക് ചെയിനുള്ള മാലയാണ്. അപ്പോൾ ഈ ഒരു ക്യൂട്ട് മാലയുടെ റേറ്റ് വരുന്നത് 400 രൂപ. അടുത്തത് റോസ് ഗോൾഡിൽ വരുന്ന ഒരു സൂപ്പർ മാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെൻഡൻറ്റിലേക്ക് വൈറ്റ് സ്റ്റോൺസും വന്നിട്ടുണ്ട്. ഇതും ബാക്ക് ചെയിനുള്ള മാലയാണ്. ഈ ഒരു ക്യൂട്ട് മാലയ്ക്ക് വരുന്നത് 400 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഹെവി ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പെൻഡൻ്റ് ഇല്ല, ജസ്റ്റ് ഇങ്ങനെ മാല മാത്രമാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഡബിൾ ചെയിനാണ്, ചെത്ത് ചെയിൻ പോലത്തെ ഒരു ചെയിന്, അതിൻ്റെ ഡബിൾ ചെയിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ചെയിനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പെൻഡൻ്റ് ഉണ്ടെങ്കിൽ അതിട്ട് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാണ്ടും യൂസ് ചെയ്യാം. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 500 രൂപ. വന്നിരിക്കുന്നത് മൾട്ടി കളർ സ്റ്റോൺസിൻ്റെ ചാംസ് വന്നിരിക്കുന്ന ഒരു സൂപ്പർ മാലയാണ്. യെല്ലോ ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചവരൊക്കെ വേഗം മെസ്സേജ് അയച്ചോളുക. അപ്പോൾ ഇതും ബാക്ക് ചെയിനുള്ള മാലയാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 490 രൂപ. അടുത്തത് ഇങ്ങനെ ഡബിൾ ലെയറിൽ വന്നിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതൊരു റീസ്റ്റോക്ഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡബിൾ ലെയർ നിങ്ങൾക്ക് ഇത് ഡബിൾ ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ഊരി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹെവി ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ ഡബിൾ ലെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മൾട്ടിപർപ്പസിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 350 രൂപയുള്ളൂ. അപ്പോൾ ഡബിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 350 രൂപയ്ക്ക് 2 ബ്രേസ്ലെറ്റ് ആവും.
അടുത്ത ഒരു പുതിയ മോഡൽ ബ്രേസ്ലെറ്റ് ആണ്. ഇതാ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ കൂടെയും വളയുടെ കൂടെയും ഇത് ഇങ്ങനെ പെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡിൽ റെഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇങ്ങനെ റെഡ് സ്റ്റോൺസ് വളരെ റെയർ ആയിട്ടാണ് കിട്ടാറുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപ. ഇനി നമുക്ക് കുറച്ച് 2-3 മോഡൽ വാച്ചുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ കയ്യിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു വാച്ച് തന്നെ ഇങ്ങനെ ഒരു 6 ആണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഡയലയിൽ ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വാച്ച് പോലെ തന്നെയാണ്. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഓടുന്ന വാച്ചാണ്. ബാറ്ററി നമുക്ക് മാറാൻ പറ്റുന്ന വാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ റേറ്റ് വരുന്നത് 980 രൂപയാണ്. ഇങ്ങനത്തെ ഓപ്പൺ വാച്ചാണ്. അപ്പോൾ ഒരു 2.6 തൊട്ട് 2.8 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വട്ടമുള്ള ഒരു വാച്ചാണ്. അപ്പോൾ ചെറിയ സൈസ് ഉള്ളവർക്ക് ഇത് സ്യൂട്ട് ആവത്തില്ല. അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മോഡലാണ്. നല്ല വീതിയുള്ള ടൈപ്പ്. ഇതും ഡയലിൽ വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്. 2.6 to 2.8കാർക്ക് സ്യൂട്ടാവും. റേറ്റ് വരുന്നത് 980 രൂപ. നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വാച്ചുകളാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈനിലാണ്. ഇതും ഡയലിന് ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ഉണ്ട്. ഇങ്ങനത്തെ ഓപ്പൺ വാച്ചാണ്. സൈസ് 2.6 to 2.8. 2.8നേക്കാളും വണ്ണമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വാച്ച്. റേറ്റ് വരുന്നത് 980 രൂപ. ഇനി നമുക്ക് വളകൾ നോക്കാം. ഇപ്പോൾ വളകൾ വന്നിരിക്കുന്നത് 2.3 സൈസ് തൊട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചെറിയ സൈസ് വളകൾ ചോദിക്കുന്നുണ്ട്, 2.2, 2.3 എന്നൊക്കെ. അപ്പോൾ നമുക്കത് അങ്ങനെ കുറേ അവൈലബിൾ അല്ല. എപ്പോഴും ഈ ഫ്രീ സൈസ് എന്ന് പറഞ്ഞ് വരുന്ന വളകളെല്ലാം 2.6, 2.8കാർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് വരുന്നത്. 2.2, 2.3 സൈസുകാർക്ക് വളരെ റയറായിട്ടാണ് നമുക്ക് ബാംഗിൾസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കൊണ്ടുവരാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം കൊണ്ടുവരാതിരിക്കുന്നതല്ല. അപ്പം ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന 2.3 സൈസിലുള്ള ഈ ഒരൊറ്റ ഡിസൈനേ വന്നിട്ടുള്ളൂ 2.3 സൈസിന്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ. പിന്നെ ഇതൊരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചെറിയ കൈയുള്ളവർ, ചെറിയ കൈക്ക് വണ്ണം കുറഞ്ഞവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിനി നമുക്ക് ഇങ്ങനെ വലുതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള കയ്യിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്തത് 2.4 സൈസുകാർക്കുള്ള ബാങ്കിളാണ്. അപ്പോൾ ഇത് ഓപ്പൺ ബാങ്കിളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് റോസ് ഗോൾഡിലുള്ളതും യെല്ലോ ഗോൾഡിലുള്ളതും സെയിം ഡിസൈൻ, റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഓപ്പൺ ബാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2.4 to 2.6കാർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളയുടെ സൈസ് വരുന്നത് 2.4 ആണ്. ഇങ്ങനത്തെ ഓപ്പൺ ബാങ്കിളാണ്. അടുത്ത് വന്നിരിക്കുന്നത് 2.4 സൈസിലുള്ള ഒരു ക്ലിപ്പ് ബാങ്കിളാണ്. ഡബിൾ ലെയറിൽ വൈറ്റ് സ്റ്റോൺസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വളയുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ 2.4 to 2.6കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് 2.4 സൈസുകാർക്ക് വന്നിരിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വളയാണ് കേട്ടോ. ഇതും ക്ലിപ്പ് ബാങ്കിളാണ്. ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. അടുത്തത് 2.4 സൈസിൽ വരുന്ന സിംഗിൾ ലെയർ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബാങ്കിൾ, ക്ലിപ്പ് ബാങ്കിളാണ്. ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 490 രൂപ. ഇപ്പോൾ 2.4 സൈസ് എന്ന് പറയുന്നതെല്ലാം 2.6 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2.3കാർക്ക് കുറച്ച് ലൂസായിരിക്കും. അടുത്ത് വരുന്നത് 2.6 സൈസിലുള്ള ഓപ്പൺ ബാങ്കിളാണ്. ഇപ്പോൾ 2.6 എന്ന് പറയുമ്പം ഇത് 2.8 വരെയുള്ളവർക്ക് സ്യൂട്ടാകും. കാരണം ഇത് ഒത്തിരി അങ്ങ് ഓവൽ ഷേപ്പിലല്ല, ചെറിയൊരു റൗണ്ട് ഷേപ്പോടെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒത്തിരി ഓവൽ ഷേപ്പിലുള്ളത് വാങ്ങുമ്പോഴാണ് സൈസ് കുറഞ്ഞു പോകുന്നത്.
അപ്പോൾ ഇത് അത്ര ഓവൽ ഷേപ്പ് അല്ലാത്തതുകൊണ്ട് 2.6 ആണെങ്കിലും 2.8 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. അടുത്ത് 2.6 വരുന്ന ഒരു ഓപ്പൺ ബാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. കണ്ടോ, നല്ല ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ. അടുത്ത 2.7 സൈസിൽ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. 2.8 2.9 വരെയുള്ളവർക്കും വേണം യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 രൂപ. എപ്പോഴും ഇതിൻ്റെ ഇന്നർ സൈഡാണ് എടുക്കേണ്ടത്. ടേപ്പിൻ്റെ ഇഞ്ച് ഭാഗം വെച്ചിട്ട് ഇന്നർ സൈഡാണ് നമ്മൾ അളവ് നോക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും.